BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരളത്തിലെ തെരുവ് നായ ശല്യത്തിന് ശാശ്വത പരിഹാരവുമായി ദയാവധം ഉൾപ്പെടുത്താൻ തീരുമാനം. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് നായകളെ ദയാവധം ചെയ്യാമെന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി വ്യക്തമാക്കിയത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിൽ അപകടകാരികളും അക്രമകാരികളുമായ തെരുവ് നായകൾക്ക് ദയാവധം ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇത്തരം നായകളെ തിരിച്ചറിയാൻ AI സഹായം തേടാമെന്നും മന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ മെയിലായിരുന്നു ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പൊതുസ്ഥലങ്ങളിലെ തെരുവ് നായ സാന്നിധ്യം ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുകയായിരുന്നു എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത്. അതേസമയം മാലിന്യ സംസ്കരണത്തിനായി മാലിന്യ സംസ്കരണ അതോറിറ്റി രൂപീകരിക്കുമെന്നാണ് മന്ത്രി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. മാലിന്യ ശേഖരണത്തിന് മലബാർ, മധ്യ കേരളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സ്ഥലം കണ്ടെത്തും. പഞ്ചായത്ത് ഫണ്ടുകൾ വിനിയോഗിക്കുന്നത് ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനം കൊണ്ടുവരുമെന്നാണ് വ്യക്തമാക്കിയത്. കൂടാതെ PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട വിവാദം വെറുതെയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദുർബല വിഭാഗങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടുകൾ പരിശോധിക്കുന്നതിന് 3 കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും സ്വയം പണം സമ്പാദിക്കാവുന്ന വിധം മുനിസിപ്പൽ ബോണ്ട് ഉൾപ്പെടെ നടപ്പാക്കാനും പരിശോധിക്കും. പഞ്ചായത്തുകളെ നഗരപഞ്ചായത്തുകളായി വർഗീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലാണ്. N ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിൽ മുന്നണിക്കുള്ളിൽ നിന്നു തന്നെ പ്രതിഷേധമുയർന്നതിലും മന്ത്രി പ്രതികരിച്ചു. ശേഷാദ്രിനാഥിനെ വർഗീയവാദിയാക്കുന്നത് സങ്കടകരമാണ്. ശേഷാദ്രിനാഥന്റെ ഒരു സംഘീയ ഇടപാടെങ്കിലും കാണിച്ചു തരൂ. ആ മനുഷ്യൻ എന്നല്ല ഒരു മനുഷ്യനെയും വർഗീയവാദിയാക്കുന്നത് അപകടകരമാണെന്നും അദ്ദേഹം ഒരു വക്കീലും ജഡ്ജിയുമായിരുന്നു. എല്ലാം പരിശോധിച്ചാണ് അദ്ദേഹത്തെ നിയമിച്ചത് എന്നാണ് ഷാജി വിശദീകരിച്ചത്. ശേഷാദ്രിനാഥിനെ നിയമിച്ചു കഴിഞ്ഞെന്നും ആ വിഷയം അവസാനിച്ചെന്നും മന്ത്രി KM ഷാജി കൂട്ടിച്ചേർത്തു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.